നെന്മാറ MLA കെ ബാബു നയിക്കുന്ന LDF വികസന സന്ദേശയാത്ര. നെല്ലിയാമ്പതി നൂറടിയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ജാഥ ക്യാപ്റ്റൻ കെ ബാബുവിന് പതാക കൈമാറി. ഇത് ഈ റോഡ് എന്ന് പറയുന്നത് ദേശീയപാത എന്ന് പറയുന്നത് ഏതാണ്ട് യൂറോപ്പിലോ അമേരിക്കയിലോ ചൈനയിലോ കാണുന്ന റോഡ് പോലെയാണ്. ആ റോഡ് നമുക്ക് റീലിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് യാഥാർത്ഥ്യമായത്. ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുമ്പോ ദേശീയപാത അതോറിറ്റി ഈ പദ്ധതി നടക്കില്ല എന്ന് പറഞ്ഞ് ദേശീയപാത ഓഫീസ് പൂട്ടിപ്പോയതാണ്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുമായും അതിന്റെ ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്ത് ദേശീയപാത ഓഫീസ് തുറന്നു. ഈ ദേശീയപാത യാഥാർത്ഥ്യമാക്കുന്നതിന് തടസ്സമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡ് ആകാശത്തിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല, ഭൂമിയിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഭൂമിയാണ് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 5600 കോടി രൂപ കേരള ഖജനാവിൽ നിന്നെടുത്ത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാം എന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാത അതോറിറ്റിക്കാർ കേരളത്തിൽ വന്ന് വീണ്ടും പണി തുടങ്ങിയത്. ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോയ് കാക്കനാടൻ അധ്യക്ഷനായി. LC സെക്രട്ടറി KM ശിവൻ സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി K പ്രേമൻ, CPI മണ്ഡലം സെക്രട്ടറി V കൃഷ്ണൻകുട്ടി, സത്യൻ എന്നിവർ പ്രസംഗിച്ചു. ഞായറാഴ്ച കയറാടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ തളൂരിൽ സമാപിച്ചു. തിങ്കളാഴ്ച എത്തനൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കാമ്പ്രത്ത് ചള്ളയിൽ സമാപിക്കും. തിങ്കളാഴ്ച വൈകിട്ട് മുതലമടയിൽ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. A മോഹനൻ, PT ഉണ്ണികൃഷ്ണൻ, ഹരിദാസ്, ഉല്ലാസ് തുടങ്ങിയവരാണ് ജാഥാംഗങ്ങൾ. UTV ന്യൂസ്, പാലക്കാട്.